ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോക്സോയിൽപ്പെട്ട പെൺകുട്ടിയും ഇല്ലെങ്കിൽ സജീവൻ നടത്തിയിട്ടുള്ള സംഭാഷണം ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാർ ഇടുന്നത് മൈനറായിട്ടുള്ള കുട്ടിയുടെ പേര് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും വിചാരിച്ചു കാണും ഈ ഒരു കോണ്ടന്റ് അവസാനിച്ചിട്ടില്ലേ എന്ന്. എനിക്ക് തോന്നുന്നില്ല ഈ ജന്മത്തിൽ ഇത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലത്തുള്ള കള്ളക്കഥകളാണ് ഇപ്പോൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ തേണ്ടേ നമ്മുടെ സജന ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള ഒരു പോസ്റ്റ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ ഡാനിക്ക് ഒരു ശ്രദ്ധയില്ലല്ലോ ഡാനി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പോസ്റ്റ്. ഇത് ഫെബ്രുവരിയിൽ വന്നൊരു പോസ്റ്റും കാര്യങ്ങളാണ്. ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരാളുടെ ഫോട്ടോസും ഉണ്ടായിരുന്നു കൂടെ. ആര് നമ്മുടെ പൂക്കുട്ടി ചേട്ടൻ്റെ ഫോട്ടോയും കൂടെ ആയിരുന്നു. ഇതെല്ലാം സോഷ്യൽ മീഡിയ വന്ന് വലിച്ചെറിഞ്ഞതും ഈ ചേച്ചി തന്നെയായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് ഓരോ വീഡിയോസുകളും വെച്ച് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് ഹൈപ്പും കൂടെ ഒന്ന് കയറ്റി അങ്ങ് വിട്ടേക്കുക. പരമാവധി ഷെയറും കൂടെ ചെയ്തോ. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്ത് വെച്ചോ. കുറച്ച് എക്സ്ക്ലൂസീവ് സാധനം വരാനിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. കുട്ടി മാമൻ്റെ പാലക്കാട് ഞാൻ പറയുന്നില്ല. പാലക്കാട്ടിലെ കഥയും കർണാടകയിലെ കഥകളും ഓരോന്നോരോന്ന് ഇപ്പം അങ്ങ് അഴിഞ്ഞു വിടും. അപ്പം നിങ്ങൾ വിചാരിക്കും നിനക്കൊക്കെ നാണവുമാനം ഇല്ലടേ ഈ കുടുംബശ്രീയായിട്ട് നടക്കാനാ. ഒരുത്തൻ്റെ ജീവിതം തൊലച്ച വ്യക്തികളാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയ മൊത്തം അയാളെ വലിച്ചെറിഞ്ഞ് ഈ വോയിസും കാര്യങ്ങളും എല്ലാം ആയിട്ട് അയാൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാം കൂടെ ഈ പറയുന്ന ഫിറോസിനെ കോഴിക്കുത്താണ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഇന്നലെ ധ്യാസനയുടെ ലൈവ് ഞാൻ രാവിലെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ജസ്റ്റ് ലൈവ് വെച്ച് പോയത് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് ഹൈപ്പ് കയറ്റിക്കോ. ഓക്കെ, ഈ ഒരു പോസ്റ്റ് മാറുന്നില്ല. നിലനിൽക്കുന്ന സമയത്താണ് വലിയൊരു ഗുരുതരമായ മറ്റൊരു വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഈ പറഞ്ഞത് ഒരു 2 മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, സജന ഈ പറഞ്ഞ പോലെ ഫിറോസ് ഖാനെതിരെ ഒരു അലിഗേഷൻ പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു പോക്സോ കേസ്, 16 വയസ്സുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് സജന സോഷ്യൽ മീഡിയയുടെ പുറത്തേക്ക് ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോക്സോയിൽപ്പെട്ട പെൺകുട്ടിയും ഇല്ലെങ്കിൽ സജന നടത്തിയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ സൗണ്ട് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ. ഒരു 16-17 വയസ്സുള്ള ഒരു കുട്ടിയുടെ സൗണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു 10-12 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പൂക്കുട്ടി ഏതെങ്കിലും പാട്ട് പഠിപ്പിക്കാൻ ഏതെങ്കിലും കൊച്ചിനെ കൊണ്ടുവന്നു അതിനെ കൊണ്ട് വല്ല റെക്കോർഡ് ചെയ്യിപ്പിച്ചാണെന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനാണ്. ഇത്രയും വലിയൊരു വിഷയം നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് പോലും ഈ യൂട്യൂബിൽ കൂടെ ഇവൾമാർ ചർച്ച ചെയ്യാതെ എന്തുകൊണ്ട് ഈ സജന എന്ന് പറയുന്ന ഒരു നിയമത്തിന് മുമ്പിൽ വിട്ടുകൊടുത്തില്ല ഇതുപോലുള്ള കേസ് കെട്ടുകൾ? ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് സജനയ്ക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, സജനയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിഷയം റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനായിരുന്നു. അല്ലാതെ പ്രതിബദ്ധത വയറ്റിൽ കിടക്കുന്ന കൊച്ചിനോടില്ല, ആദ്യം ജനിപ്പിച്ച കുഞ്ഞുങ്ങളോടില്ല, മുൻ ഭർത്താക്കന്മാരോടില്ല, ആരോടുമില്ല. എന്തിന് പൂക്കുട്ടിയുടെ പോലും ഇല്ല. പൈസയുടെ മാത്രം കുറച്ച് പ്രതിബദ്ധത കാണിക്കും. അങ്ങനെ വേണമെങ്കിൽ പറയാം. റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി സജന കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് സജനയുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അതെ, ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് സജനയാണ്. സജന പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വിശ്വാസത്തോടെ 2 കൂട്ടുകാരെ ഞാൻ ഏൽപ്പിച്ചു. ഈ ചാനലുള്ളവർ അവരുടെ കയ്യിൽ നിന്ന് ദിയാസന മേടിച്ചിട്ടാണ് പേര് പോലും പറയാതെ ആ കൊച്ചിൻ്റെ പുറത്ത് വിട്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. സജന, ഫസ്റ്റ് നിങ്ങളുടെ കയ്യിലാണോ അത് പുറത്ത് പോയെങ്കിൽ അത് സജന ആയിരിക്കും ഉത്തരവാദി. അത് വ്യക്തമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് സജന പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഇത് പുറത്തു പോകില്ല എന്ന് ഉറപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസം സജന കൂടി അതിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയല്ല, പരസ്പരം സംസാരിച്ച ഒരു റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊരു പോക്സോ വിഷയമാണ്. എന്തുകൊണ്ട് സജന ആ വിഷയം മനസ്സിലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, ആ ക്രൈമിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും ആ വിഷയം പലപ്പോഴും ഇവിടെ നമ്മൾ ഇതുപോലത്തെ സിസ്റ്റം അത് ഏറ്റെടുത്തിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഒരു സിസ്റ്റം ഏറ്റെടുക്കാതെ പോയത്? പ്രത്യേകിച്ച് വലിയൊരു ഗുരുതരമായ വിഷയമാണ് പോക്സോ വിഷയം എന്നുള്ളത്. അതെ അതെ അതെ, ഇത് എനിക്കുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം 2 മാസം മുമ്പ് ഇവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആ വീഡിയോകളൊക്കെ പിൻവലിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോൾ ആ സമയത്ത് സജന അറിഞ്ഞിരിക്കുന്നു BNS ആക്ട് പ്രകാരം ഇത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ പറഞ്ഞ സജന ആരെ സംരക്ഷിക്കാൻ, എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് ചെയ്തത്, ആരെ ടാർഗറ്റ് ചെയ്ത് ചെയ്തത് എന്നുള്ളതൊക്കെ അതിനകത്ത് നിന്ന് വ്യക്തമായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വോയിസ് റെക്കോർഡുകൾ 2 ദിവസം മുമ്പേ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. അപ്പൊ ഇത് നിങ്ങൾ ചോദിക്കും, ഇരുന്ന് നമ്മളൊക്കെ ഇരുന്ന് പ്രശ്നിച്ച് നമുക്കൊന്നും അതിനെ റിപ്പോർട്ട് ചെയ്തു. ഞാൻ പരാതി കൊടുത്തു.
എപ്പോഴാണ് എനിക്ക് കിട്ടിയത് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയ സമയത്ത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പരാതി കൊടുത്തത് പ്രകാരം CWCയുടെ ഭാഗത്ത് നിന്ന് ഈ വീഡിയോ റെക്കോർഡഡ് വീഡിയോ, അതായത് ഈ ലിങ്ക് ഇപ്പോൾ റിമൂവ് ചെയ്തു, അവരെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് CWC പരിശോധിച്ച് അതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം എന്നുള്ളത്. അത് ഒരു യൂട്യൂബ് ചാനലിൽ ഷഫീന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വ്ലോഗ്സ് ചാനലിനകത്ത് ആ സ്ത്രീയാണ് അത് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ ആ സ്ത്രീയുടെ കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാണവും മാനവും ഇല്ലാത്തൊരു വർഗ്ഗം എന്ന് വേണമെങ്കിൽ ഞാൻ എടുത്തെടുത്ത് പറയാം. കാരണം അവർക്ക് അവരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് ക്രെഡിറ്റ് വേണം. ക്രെഡിറ്റും അവരുടെ നിലനിൽപ്പിനും അവർ ഏത് അറ്റം വരെ പോകും. ആ സ്വർണ്ണക്കടത്ത് കേസ് കേട്ടില്ല, രേണുസുതിക്ക് പങ്കു എന്ന് പറഞ്ഞ ടീം ഇപ്പം നേരെ തിരിച്ചിപ്പം ഈ പറയുന്ന ദിയാസനയ്ക്കുണ്ടെന്നാണ് പറഞ്ഞു നടക്കുന്നത്. അവർക്കൊരു സ്റ്റാൻഡും ഇല്ല. അവരെ വിശ്വസിച്ച് കുറേ അന്തം ഫാൻസുകാർ ഇപ്പോഴും നടപ്പുണ്ട്. മെഴുകി നടക്കുന്ന കുറേ നാറികൾ ഇപ്പോഴും ഉണ്ട്. അവരെയൊക്കെ അടിമയായിട്ട് നിൽക്കുന്ന കുറേ ആളുണ്ട്. ഇത്ത പറയുന്ന ശരിയാ, ഇത്ത പറയുന്ന പഴവാന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. നാണവമാനം കേട്ട കുറേ വർഗ്ഗങ്ങൾ. ഞാൻ സത്യം പറയല, ഇവരെപ്പോലുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ ദയവ് ചെയ്തിട്ട്. ഈ ചാനൽ ഉൾപ്പെടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബുള്ളി ചെയ്തിട്ടുള്ള ചാനലാണ്. പക്ഷെ ഈ ചാനലിനകത്ത് സജനയും ആ കുട്ടിയും സംസാരിച്ചിരിക്കുന്ന ഒരു വലിയൊരു അലിഗേഷനാണ്. അതിനകത്ത് വസ്തുതകൾ ഉണ്ടോ ഇല്ലെന്നൊക്കെ പോലീസ് സജിനയുടെ കയ്യിൽ നിന്ന് സജിന ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും അതൊരു ഇല്ലീഗൽ വശവും കൂടിയാണ്. കാരണം അത് കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതെ, ആ വോയിസും കാര്യങ്ങളും എല്ലാം കൊടുത്ത് സജിന തന്നെയാണ് അത് ഒരു പോസ്റ്റും ചെയ്ത്. അത് അത്യാവശ്യം യൂട്യൂബേഴ്സ് എല്ലാവരുടെ അടുത്ത് അതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കൊച്ചിൻ്റെ പോർഷൻസും ഈ പേരും ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് എന്താ പറയണ്ടേ, പേരോ കാര്യങ്ങളോ എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഓക്കെ, നമുക്കിനി വേറെ കുറച്ച് കാര്യത്തിലോട്ട് പോകാം. ഇനി സജിന ചേച്ചിയുടെ നേരത്തെ പറഞ്ഞതും ദിയാസന പറയുന്നതിൻ്റെ ഒക്കെ അങ്ങോട്ട് ഞാൻ വെച്ച് തരാം. ഓക്കെ, പറയൂ. വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാർ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാർ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് ഞങ്ങളെ പഠിപ്പിക്കേണ്ടടി ലീഗൽ വശവും കാര്യങ്ങളും ഒക്കെ. നീ ഞങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ആദ്യം നിലനിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നോക്ക്. 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നീയല്ലേ കൊടുത്തത്, ചാനലുകാർക്ക് നാട്ടുകാർക്കൊക്കെ കൊടുത്തത് നീയല്ലേ. എന്തിന് നീ നിന്റെ പൂക്കുട്ടിയും തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളോ അല്ല നാട്ടുകാർക്ക് അയച്ചു കൊടുത്തൊരു നാറിയാണ് നീ. എന്നിട്ട് നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു അതാരാ നീ തന്നെ പറയുന്നുണ്ട് നിന്റെ വീഡിയോക്കകത്ത് നീയാണ് ആ റെക്കോർഡ് കൊടുത്തത്. അപ്പൊ നീ എന്തുകൊണ്ട് ആ പേര് മാറ്റിയില്ല? അപ്പൊ നിന്റെ ഭാഗത്തെ തെറ്റ്. അപ്പൊ ഇവിടെ കേസ് വരുവാണെങ്കിൽ മോളെ നിന്റെ പേരെ വരത്തുള്ളൂ. അത് 100% ഉറപ്പാ. നിന്റെ പേരിലും വരെ ഇട്ട താത്തേക്ക് പേരിലും വരും. എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്ന് പറയുന്ന പേര് പോലും നമ്മൾ ആരുടെ പറയില്ല. പിന്നെ ഓഹോ, അതൊക്കെ അറിയാമല്ലേ. നാണവും മാനവും ഇല്ലാത്തൊരു വ്യക്തി എല്ലായിടത്തും ഇട്ടുകൊടുത്ത് ആ കൊച്ചിനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ ഇട്ടുകൊടുത്തിട്ട് ഇപ്പോൾ ഇരുന്നിട്ട് ഞങ്ങളെ നിയമം പഠിപ്പിക്കാൻ വരുന്നത് കഷ്ടം. വിഷയം മാറ്റുന്ന ഇതുപോലൊരു വർഗത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കഷ്ടം തന്നെ കഷ്ടം. ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരും അതെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നുണ്ട്. ആ ചാനലുകാർ ഇട്ടിട്ടില്ല, അവരും അത് പറയുന്നുണ്ട്. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് ചാനലിലും നിർത്തിപ്പോടെ, ഞങ്ങൾക്കറിയാടേ ഇത് ഷഫീനയുടെ കയ്യിൽ നിന്ന് പോയതാ, താത്തയുടെ കയ്യിൽ നിന്ന് പോയതാന്ന് ഏത് കൊച്ചു പിള്ളേർക്കും അറിയാവുന്ന കാര്യമാണ് മേഡം. കൊച്ചു പിള്ളേർക്ക് പോലും നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ പറയാൻ. ഞാൻ ഈ ഒരു പോർഷൻസ് നിങ്ങൾ മറുപടി കൊടുക്കുക. വേണ്ടേ, ഇപ്പം എത്രാമത്തെ മിനിറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു 8 ആവാം 9 ആവാം അല്ലെങ്കിൽ ഒരു 7 ആവാം, പോട്ടെ. അവിടെ നിങ്ങൾ മെൻഷൻ കൊടുത്തിട്ട് പറയണം ഇതിന്റെ മറുപടി നിങ്ങൾ കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം പക്ഷേ ഈ സ്ത്രീ ഷഫീന ബീവിക്ക് ആ മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ ഒരു ഓഡിയോ ഇട്ട് കൊടുത്തു. ആ ഓഡിയോ ഒരു ഉഴപ്പില്ലാതെ ആ നാറി പബ്ലിഷ് ചെയ്തു. ഷഫീന ബീവി ഒന്ന് ആലോചിക്കണം, മൈനർ ആയിട്ടുള്ള കുട്ടിയുടെ പേര് അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പബ്ലിഷ് ചെയ്തു. PNS ആക്ട് പ്രകാരം വലിയ ശിക്ഷയാണ്. ഒന്നാമത്തെ കാര്യം, ഒരു മൈനർ ആയിട്ടുള്ള കുട്ടി നമ്മളടുത്ത് വന്നൊരു പ്രശ്നം പറയാമെന്നുണ്ടെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാക്കണം. ആ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാരണം ഇങ്ങനെ ഒരു കേസ് നമുക്ക് റിപ്പോർട്ട് ആയിട്ടുള്ളത് അത് ചെയ്തിട്ടില്ല. അവൾ ഫിറോസ്കാരെ കൊടുക്കാനുള്ള ആയുധമായിട്ട് ആ കുട്ടി വെക്കുന്നു. ആ വോയിസിനകത്ത് തന്നെ അറിയാം ഇവിടെ ആ കുട്ടിയെ പ്രഷർ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ട് മോള് പറ ഇത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് ഞാൻ വെളിയിൽ വിടേ. അങ്ങനെയും ചെയ്തു. ഞാനതാ ശരിക്കും അതിശയിച്ചു പോയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കൊച്ചിനോട് വിളിച്ചിട്ട് അത്രയും മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് പറയാൻ ഇവക്കൊരു ഉളുപ്പില്ലേന്ന് ഞാൻ ആലോചിച്ച ഒരു കാര്യമായിരുന്നു. ഇത്രയും ആ ഒരു സിറ്റുവേഷൻ ഓക്കെ അനുഭവിച്ചൊരു വ്യക്തി അടുത്താണ് ഇവൾ ആ ഒരു ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് നാണം കേട്ട അവൾ ഇവിടെ സ്വന്തം വിജയത്തിന് വേണ്ടി ഇവൾ കാണിക്കുന്ന ഓരോ തോന്നിവാസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഈ താത്തയെപ്പോലുള്ളവരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ പറയാലോ, ഇപ്പോഴും ഞാൻ തുറന്നു പറയാം, രേണുവിൻ്റെ സ്വർണ്ണക്കടത്ത് കേസ് കേട്ട് ഞാൻ അതിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ കാശ് മേടിച്ചു എന്തൊക്കെ അടിച്ചു വിട്ടെന്നറിയോ കഥകളൊക്കെ. ഇവറ്റകളൊക്കെ കൂടെ വന്നിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ
കഷ്ടം. ചേച്ചി തകർത്ത് കളയും. അതായത് ചേച്ചി ചെയ്യുന്നത് ഇപ്പോഴും ഇവള് പല ആളുകളെ വിളിച്ചിട്ട് എനിക്ക് അത് ചെയ്തത് ഇവരൊക്കെ വിളിച്ച് പറയുന്ന പേരുകൾ പറയാൻ തന്നെ അറിയാവോ, അവരെ കടുത്ത് നാളെ പീഡിപ്പിച്ച് അവനെ പിടിച്ച് എന്ന് ഇത് ചെയ്ത് അങ്ങനെ പറയാൻ പഠിക്കാത്തൊരു അറിയാണ് ഇവള്. മനസ്സിലായാ? അത് നമുക്കറിയാലോ ചേച്ചി, നമുക്ക് എല്ലാ സത്യങ്ങളും പറയാം. ഇനി മറ്റേവിടെ മെഴുകട്ടെ, നീ മെഴുക്. എന്നെ കുറിച്ചൊരു വല്ലാത്ത രീതിയിൽ ഒരു പെൺകുറിച്ച് പറഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസ് പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളൂ. അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറെ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിൽ തിരക്ക്, റോഷിനിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കുറെ തെളിവുകൾ കുറെ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും പറയും. അപ്പം ഈ പുള്ളിക്കാർ ഇവരെ റോഷിനി ആയിരുന്നു ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്തത്. റോഷിനി അവസാനം റോഷിനിക്കിട്ട് കൊത്തുകയും ചെയ്തു. എല്ലാ എണ്ണത്തിൻ്റെയും ഭാഗത്ത് കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം കണക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇനിയിപ്പം അടുത്ത ആൻമറിയൊക്കെ അങ്ങോട്ട് 5 കാമന്മാരുണ്ട്, കുറേ പേരെ പറ്റിച്ച്, പിന്നെ നിന്റെ പിള്ളേരെ ഓർത്തിട്ടാണ് ഒന്നും ചെയ്യാത്തതെന്നൊക്കെ അങ്ങനെ കിടന്ന് മെഴുകുന്നുണ്ട്. ഇനി റോഷിനി എന്താ പറയുന്നതെന്ന് കേൾക്കാം. ഹലോ, എടാ ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് എന്റെ ക്ലിയർ ചെയ്യണം. എനിക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ ഒരുമാതിരി കേൾക്കണേനൊക്കെ ഒരു വാശി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ വാശിക്ക് പറയാം, അവർക്ക് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ഗവൺമെന്റിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടും അവർ ചെയ്തൊരു നടത്തുക. മറ്റവർക്ക് എന്ന് വെച്ചാൽ അവരുമായിട്ട് എന്തോ പൈസയുടെ എന്തോ അവർ തമ്മിൽ എന്തോ ഇടപാടുണ്ട് തോന്നുന്നുണ്ട്. അതെന്തോ കൊടുക്കാതിരിക്കുക, അത് ഞാൻ അറിയേണ്ട ആവശ്യമുള്ള കാര്യമല്ല. എനിക്ക് ഒരു വർക്ക് കിട്ടി, ഇന്നൊരു സാധനം ഒരാൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്ന ഈ സാധനം ഞങ്ങൾ വന്നത് സ്ഥലത്ത് കൊണ്ടു തന്നിട്ടുണ്ടെന്നാണെങ്കിൽ അവരതിന്റെ എത്രയെന്ന് ശരിക്കും എന്റെ പേയ്മെന്റ് എനിക്ക് തരാൻ വന്നിട്ടുണ്ട്. അതിപ്പോ ഇവരല്ല ഈ ലോകത്ത് ഏതൊരു മനുഷ്യന്റെ അടുത്ത് എന്റെ അടുത്ത് വന്നിട്ട് ഒരു ഡീൽ ചെയ്യാന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ പറ്റുന്ന തന്നെ പറയാൻ അത് ചെയ്യുകയും ചെയ്യും. അതുപോലെ ചെയ്തതാണ്. അതിന്റെ കയ്യിൽ എനിക്ക് ഇവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പില്ല. ഇവരെ ഞാൻ ഇതിനൊന്നും കണ്ടിട്ടില്ല. മനസ്സിലായില്ല. ഞാൻ എനിക്ക് ഇവരെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ എനിക്ക് വർക്ക് പറഞ്ഞ ആൾക്കാരെയും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് നിക്കക്കളിയില്ലാത്തൊരു സമയമായിരുന്നു. ഞാനത് ഓക്കെ പറഞ്ഞ് ചെയ്തു. പക്ഷെ അത് ഇത്രത്തോളം ഒരു വേഴ്സ് സിറ്റുവേഷനിലോട്ട് പോകുമെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല. സത്യത്തിൽ അത് ചെയ്തതിന്റെ പേരിൽ അത് വേണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലുണ്ടാണ് അത് ചെയ്യണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഒരു സംഭവമായി പോയല്ലോ എന്ന് ആ സമയത്ത് വിചാരിക്കണം. പക്ഷെ അത് ഇത്രയും പോലും നീളൂലായിരുന്നു. ഈ ദിവസം വരെ പോലും ഇത് നീണ്ടു പോകൂലായിരുന്നു. ഇവര് ചെയ്തത് എന്താണെന്ന് വെച്ചാല് പോയത് അവരുടെ മുതൽ തന്നെയാണ്. എനിക്കറിയാം അവരുടെ മുതൽ പോയാൽ അവർ അന്വേഷിക്കും. ഓഫ്കോഴ്സ് എന്റെ മുതലാണ് പോണെങ്കിൽ ഞാനും അന്വേഷിക്കും. ഞാൻ ഇതിന്റെ ഇടയിൽ ആരുടെ മുതലാണ്, ഇത് എന്താണ് സംഭവം, ഞാൻ ഇതൊന്നുമല്ല. എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞ കാര്യം ഇത് ചെയ്യാൻ പറ്റുക, എനിക്ക് പേയ്മെന്റ് തന്നാൽ ഇതിപ്പോ ആരാണെങ്കിലും ആരുടെ കാര്യം അറിയില്ല, ഞാൻ ആലോചിക്കും. കാരണം എനിക്ക് എത്ര റിസ്ക് പിടിച്ചിട്ട് നിൽക്കുന്ന എന്റെ ലൈഫ് അങ്ങനെയാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായി തന്നെ നിന്നൊരു ആളാണ് ഞാൻ. അപ്പൊ അതിന്റെ പുറകിൽ എന്താണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് അന്വേഷിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. അതിന്റെ പൊട്ടത്തരാണ്, ഞാൻ ചിന്തിക്കണമായിരുന്നു. ഓക്കെ, എല്ലാം കണക്കാണ്. അപ്പം അതിൻ്റെ മുതലോ കാര്യങ്ങളോ ഒന്നും അപ്പം ഞാൻ അറിഞ്ഞ ആ ഒരു ന്യൂസ് കേട്ട് സജന സ്വർണം പല കാര്യങ്ങളും കടത്തിയിട്ടുള്ളത്. അത് പൂക്കുട്ടിയൊക്കെ അറിയാമെന്നൊക്കെ അല്ലേ. എൻ്റെ കുറച്ച് സംഭവം ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ അതുമായിട്ട് പിന്നെ വരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇവിടെ കിടക്കട്ടെ, ബാക്കി വെക്കാം. അതേപോലെ ആൻമേരിയുടെ കാര്യം, ആൻമേരി 10 വർഷമായിട്ട് ഞാൻ ഒരു വോയിസ് റെക്കോർഡ് പറഞ്ഞതാ കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട് എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രണയിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. ഞാനോ നാറിനെ അവളും കൂടെ നാറട്ടെ എന്ന് കരുതി. അപ്പൊ പണ്ടേ തെളിവുകളൊക്കെ എടുത്ത് വെക്കാറുണ്ടായിരുന്നല്ലേ. ബെസ്റ്റ് നല്ലതാ. എന്തായാലും എന്താ, പക്ഷെ പുള്ളിക്കാരുടെ തെളിവുകളെല്ലാം പുള്ളിക്കാരെ തന്നെ നാട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത്. കാരണം പുള്ളിക്ക് ഇത് പബ്ലിഷ് ആവണം, ഇതെങ്ങനെയെങ്കിലും നാറ്റ കേസ് ആവണം. അവസാനം ഈ പറയുന്ന പൂക്കുട്ടിയുടെ വൈഫ് പോയി കഴിഞ്ഞാൽ, അതായത് ഇറந்து പോയിച്ച് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെ ഇവക്ക് കയറി സ്ഥാനം പിടിക്കാം. പിന്നെ അതിൻ്റെ എല്ലാം റാണി സജന റാണി മുംതാസ് ചൊറിയാൻ നിന്നാ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ചു വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. കൂടുതൽ ചൊറിയാൻ നിന്നാ പെൺകൊച്ചു വളർന്നിരിക്കുന്നത് ഇവിടെയൊക്കെ മൈൻഡ് എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയൊക്കെ ഞങ്ങൾ ചെയ്തോണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ പാവം പിടിച്ചൊരു പയ്യൻ 40,000 50,000 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തത് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഉമ്മോടുക്കും കെട്ടിപ്പിടിക്കും അവർ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വീർത്ത് വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെ പറ്റിക്കുന്നു, അവനെ തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവന്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച് ആ കുടുംബം പോയി നശിപ്പിച്ചിട്ട് അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് വേണ്ടി തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആണുങ്ങളില്ല മോളെ. ഞാൻ പോലെ അല്ല അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു മോളെ. ആണുങ്ങൾ അവർക്ക് രീതിയിൽ ഇറങ്ങാനേ ഉള്ളൂ. അന്ന് ചൊറിയാതെ ഇരിക്കും, ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. പക്ഷെ കാലം ഒരു ദിവസം നീ കൊണ്ടുപോവാ. സത്യം പറയാലോ, ഇവരിങ്ങനെ തമ്മിലടിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടറ്റാ ഉള്ള കാര്യം പറയാലോ. പക്ഷെ നമ്മൾ വിടുന്ന കാര്യങ്ങൾ കറക്റ്റായിരിക്കും. ചേച്ചി ഏതൊക്കെ രീതി മാനിപ്പുലേറ്റ് ശ്രമിച്ചാലും നമ്മളതിൻ്റെ സത്യാവസ്ഥ കൊണ്ടുവന്നിരിക്കും. എൻ്റെ പൊന്നു ചേച്ചി, നമുക്കിത് കണ്ടറ്റാ. മന്തി മേടിക്കാം. ഇപ്പം മന്തിയാണല്ലോ ട്രെൻഡ്. മന്തിയെങ്കിൽ മന്തി. സജിന് ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. അയ്യോ, കുറേ തെളിവുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വെച്ചാണ്. ദിയാസന ഇവക്ക് മെസ്സേജ് അയച്ചെന്നും മിസ് കോൾ അടിച്ചെന്നും പറഞ്ഞു. സത്യത്തിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എടുത്ത് പറയാം.
സ്ക്രീൻഷോട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ കൈ തട്ടി കോള് പോയിട്ടുണ്ടായിരുന്നു. കോള് പോയിട്ടുണ്ടായിരുന്നു. അത് അപ്പം തന്നെ ദിയാസിനെ അടുത്ത് പോസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പറയുന്നത് കോംപ്രമൈസിന് ഞാൻ വിളിച്ചെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അപ്പം തന്നെ ചേച്ചി എടുത്തങ്ങ് എൻ്റെ പൊന്നെ അങ്ങ് പോസ്റ്റും ചെയ്തു. ഓക്കെ, ബാക്കി പോരട്ടെ. എല്ലാം ഉണ്ടല്ലോ, എൻ്റെ കയ്യിലെ കോപ്പുണ്ട്. ദിയാസനെ 12ഓളം ആളുകൾക്ക് റെഗുലർ ആയിട്ടിരുന്ന ഒരു പ്രശ്നം വരുന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വോയിസ് റെക്കോർഡ് വായിക്കാറുണ്ട്. ഇന്ന് തന്നെ സജനാനോരുടെ സ്റ്റോറിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സജന എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്ത പോർഷനിൽ ഒരു സംഭവമാണ് ഞാൻ എടുത്തു. ചട്ടിയും കലവും ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അപ്പൊ അതൊക്കെ അങ്ങ് വിട്ട് കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഫോണിൽ പല രീതികളിലുള്ള അൺനോൺ കോൾസുകൾ ഇവൾ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പരാതിയിൽ ആ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട്. വാട്സാപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജനയുടെ രണ്ടാമത്തെ നമ്പർ. ഞാൻ കമ്മീഷണർ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നത്. അതായത് സജനയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജനയുടെ വാട്സാപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പൊ വാട്സാപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സാപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല. എനിക്ക് വാട്സാപ്പിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എന്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ഫോൺ. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എന്റെ ഫോണിൽ. അതിന്റെ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സാപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവാ. എന്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്തിരുന്നത്. അപ്പോൾ തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയുന്നത് ഇനി അത് അവള് അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അത് റസൽ പൂക്കുട്ടിയുടെ ആവശ്യം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എന്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്. അതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അതുകൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു എന്തെന്ന്. അത് എനിക്ക് വന്നതാണ് ഈ കോള്. ഞാൻ തിരിച്ചു വിളിച്ചത് എന്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ. അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കുന്നത്. തേങ്ങര അരി നീ ജന്മത്തിൽ നീ മുക്കളിൽ തൂറൂല മോളെ. പുറകെ നടന്ന് തുരത്തി വരും ഞാൻ. അങ്ങനെ ജന്മത്തിൽ നീ നോട്ടിൽ ഒതുങ്ങിയിരിക്കൂല. നിന്റെ റസൽ പൂക്കുട്ടിയും നീയും ചില്ലറ ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്. അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഓക്കെ, നീ എന്തെങ്കിലും ചെയ്യുന്നത് വരെ ഞാൻ ഓടും നിന്റെ പുറകെ. ഞാൻ വെറുതെ ഒന്നും വിടത്തില്ല. ഒരാളിതാക്കണ്ട സമൂഹം. അവര് രണ്ടും കൽപ്പിച്ചാട്ടോ. ഉള്ള കാര്യം പറയല്ലേ, ഇവളെയും താത്തയും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദിയാസിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം സത്യം പറയാലോ, ഈ ഒരു വിഷയം കൊണ്ട് ഇവർക്ക് കുറേ ഹേറ്റ് ഉണ്ടായിരുന്നു. അത് മാറി കിട്ടി. ആൾക്കാർ സത്യം പറയാലോ എന്താണ് സത്യം എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണത്തിൻ്റെ അടപ്പ് തെറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ പറയുന്ന ദിയാസിനയ്ക്ക് നല്ല പോസിറ്റീവ് വന്നതിന് ശേഷം കുറേ എണ്ണത്തിൻ്റെ അടപ്പ് തെറിച്ചു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫോമേഷൻ ഞാൻ ഫയൽ ചെയ്തു. അതിൽ കുറച്ച് പ്രോസസ്സുകൾ ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. ഇപ്പൊ അത് പാസ് ആയിട്ടുണ്ട്. അവസാനം അവൾക്ക് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു. അവൾ പറഞ്ഞ അഡ്രസ്സിലേക്കാണ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയുന്ന അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് മാറിപ്പോയി. അതായത് അവൾ ആരോപിച്ച എനിക്ക് നല്ല പ്രൈവസിയൊക്കെ ഉള്ള ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഭയങ്കര സന്തോഷമുള്ള ഒരു വീടുണ്ടായിരുന്നു. ഇത് എന്തെന്ന് ശാസ്ത്രമംഗലത്ത് ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി ഗൈസ്. ആ വീട്ടിൽ നിന്ന് അവൾ പോയി. വലിയ പ്രൂഫായിരുന്നല്ലോ അത് റിയാസനക്കെതിരെയുള്ള. ആ പ്രൂഫിനെ കളഞ്ഞിട്ട് അവൾ ഓടിപ്പോയി ഗൈസ്. മനസ്സിലായോ? നിങ്ങളത് മനസ്സിലാക്കണം. അവിടുത്തെ പോയി ഇതുവരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ അവരുടെ ഭാഗത്ത് നിന്ന് വിളിപ്പിച്ചു. ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെയ്ക്കും ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആയിട്ട് വിളിപ്പിച്ചിട്ട് അവൾ വന്നിട്ടില്ല. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒന്നും ചെയ്തില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ആക്കി. ഒന്നാമത്തെ കാര്യം നിങ്ങൾ അപ്പൊ ഇങ്ങനെയുള്ള ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഓക്കെ, ഇതുവരെയ്ക്കും ആ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ആയിട്ട് വിളിപ്പിച്ചിട്ട് അവൾ വന്നിട്ട് ഇത് ഞാൻ അറിഞ്ഞാണ്. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയിക്കൂടാ? അല്ലേ, ന്യായമുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോയിക്കൂടെ? എന്തുകൊണ്ട് ചേച്ചി ഇവിടെ പേടിച്ച് നിൽക്കുന്നത്? പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും വരുമ്പോൾ പൂക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. പൂക്കുട്ടി ഞാൻ ഹാൻഡിൽ ചെയ്യാം, പുള്ളിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇതൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുക. എന്തായാലും നല്ല കോമഡിയാ. ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒന്നും ചെയ്തില്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ആക്കി. ഒന്നാമത്തെ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറയാം. എനിക്കെതിരെ വന്ന അലിഗേഷനിൽ സമൂഹത്തിന്റെ മുമ്പിൽ പറയാണ് ഞാൻ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ റിസൾട്ട് വരും. വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ. ഓക്കെ, അതൊന്ന്. കാരണം നമുക്ക് ആക്സസബിൾ ആകുന്ന ടെസ്റ്റ് റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ആര് വേണമെങ്കിലും ഒരു പരാതി കൊടുത്ത് അതിന്മേൽ അന്വേഷണം നടത്തി അതിന്റെ ഫർദർ ആയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഏത് ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കാനാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. അത് ഇവിടുത്തെ നിയമമാണ്. അല്ലാതെ നമ്മൾ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും പറ്റത്തില്ല. പിന്നെ റസൂൽ പൂക്കുട്ടി പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. അതൊക്കെ നിയമവശമായിട്ടുള്ള കാര്യങ്ങളാണ്. തേങ്ങയില്ല. റസൂൽ പൂക്കുട്ടി പറ്റിക്കാൻ കൊടുത്തത്. ഇപ്പോഴും റസൂൽ പൂക്കുട്ടിയുടെ വിചാരം വൈകിട്ട് കിടക്കുന്ന റസൂൽ പൂക്കുട്ടിയാണെന്ന് പോലും അറിഞ്ഞൂടാ. ശരി, അയ്യോ, അത് അതിനേക്കാളും വലിയ കോമഡി. ഉള്ള കാര്യം പറയാലോ, അത് അതിനേക്കാളും വലിയ കോമഡി. വേണ്ട, ആ കഥയൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് നമ്മളങ്ങ് വിഴുങ്ങി വിടുകയാണ്. ഓക്കെ, അതായിരിക്കും നല്ലത്. സമയമാട്ടെ, ഇനി ഉണ്ടല്ലോ ഓരോ പൊട്ടാസുകൾ വരുമ്പോൾ നമുക്ക് ഈ വിഴുങ്ങിയ കഥകളൊക്കെ എടുത്തിടാം. റസൂൽ പൂക്കുട്ടി വരണ്ടിട്ട് നിൽക്കുക. കാരണം എന്താണെന്നറിയോ, റസൂൽ പൂക്കുട്ടി അങ്ങനെ സജനക്കെതിരെ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞെന്നങ്ങനെ കണ്ട പിന്നെ റസൂൽ പൂക്കുട്ടി പോയി ആത്മഹത്യ ചെയ്താൽ മതി. അതുകൊണ്ടിട്ട് റസൂൽ പൂക്കുട്ടി പേടിച്ച് മുള്ളി ഇങ്ങനെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി മുള്ളി ഇരിക്കുന്ന ഓരം റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യനെ റസൂൽ പൂക്കുട്ടി കൊന്നുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ അടുത്തത് മറ്റേത് അവിടെ ഭയങ്കര ഈ അടുത്ത സമയത്ത് പല ആൾക്കാരെയും വിളിച്ച് അവരവരുടെ ദുഃഖങ്ങൾ പറഞ്ഞു. നിങ്ങൾ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനിവിടെ കിടന്ന് എന്താ പറയുക, ഞാനത് കേട്ടപ്പോൾ എനിക്കെന്തോ പോലെ ആയിപ്പോയി. നിങ്ങളാരും പ്രേക്ഷകരാരോ ഒന്നും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ നിങ്ങളാരും ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം അറിഞ്ഞതാണ്. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. മറ്റുള്ളവർക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നവർക്ക് പലരും വിളിച്ചു പറയാം, പല തേങ്ങയും വിളിച്ച് പറയാം. അതൊരു ട്രസ്റ്റഡ് ഹോമാണ്. ആ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാം, അവിടുത്തെ CC ക്യാമറ പരിശോധിക്കാം, നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് എടുക്കാം. അത് നിങ്ങൾ ബന്ധപ്പെട്ട അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകണം. എന്റെ ഡീറ്റെയിൽ മാത്രമാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ളത്. എനിക്ക് മറ്റാരുടെയും ഡീറ്റെയിൽ തരത്തില്ല, എന്റേത് മാത്രം തന്നത്. മനസ്സിലായില്ലേ? അത് അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. നിങ്ങൾക്ക് അതിനകത്തൊരു കള്ളമോ അതിനകത്തൊരു പ്രശ്നമോ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇവരൊരു ഫേക്ക് സാധനം കാണിക്കണം, നിങ്ങൾ വരാതിട്ട് പോകും. സജനയെ കാണിച്ചു വെച്ചിരുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികൾ, റസൂൽ പൂക്കുട്ടി സജനയെ പുറത്തേക്ക് വിടുന്നത് കൊണ്ടുപോകുന്ന റസൂൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസൂൽ പൂക്കുട്ടി സജനയുടെ കയ്യിൽ എന്താ കൊടുത്തിട്ടേ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടി, എല്ലാ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഇൻഫർമേഷൻ. ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിന്നിട്ട് വിഷയം പറഞ്ഞു പറഞ്ഞു സജനയ്ക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമാണെങ്കിൽ ആ പെണ്ണിനെതിരെ കേസ് ഉണ്ടാവട്ടെ. പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവൾ നിന്നത്. ഇനി അവൾ ഗോൾഡ് ഏരിയർ ആയെന്ന് പറഞ്ഞാലും അവൾ മറ്റതാണെന്ന് പറഞ്ഞാലും അവൾ മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവൾ പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂവിൽ വന്നിരുന്നു. ഇവളും അതിന്റെ പാർട്ടാണ്, ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് സജന. അതിന്റെ പ്രൂഫ് ഉണ്ട്, അതിന്റെ പ്രൂഫ് ഉണ്ട്. സജന അവിടെ നിന്ന് അയക്കുന്ന വോയിസ് മെസ്സേജ് വളരെ പേടിയാണ് മക്കളെ, എന്നാലും ഞാനിത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫ് ഉണ്ട്. സജിന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫ് ഉണ്ട്. ഇന്ന് കമ്മീഷൻ ഓഫീസിൽ എല്ലാ സാധനങ്ങളാണ് വെച്ചത് ഞാൻ. അടിപൊളി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം ഞാൻ പറഞ്ഞതാണ്, സ്വർണ്ണക്കടത്തും അതും ഇതും മറ്റേതും കൊണ്ടുവരട്ടെ. ഇവിടെ എല്ലാം ഈ പറയുന്ന ദിയാസനയുടെ നെഞ്ചത്തോട്ട് പോയല്ലേ, ഇപ്പൊ തിരിഞ്ഞടിക്കും. എനിക്ക് തോന്നുന്നു താത്തയ്ക്ക് ഇത് പങ്കുണ്ടെന്ന് തോന്നുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, സജന നൂർ. ചേച്ചി അങ്ങ് തകർത്ത് മെഴുകി. മെഴുകിയല്ലേ, തകർത്ത് വാരി, അതാ ഉദ്ദേശിച്ചത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു കഥ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൂക്കുട്ടിയെ വിളിപ്പിക്കാൻ വേണ്ടി ചേച്ചി പലയിടത്തും ചെന്ന് ഇപ്പോൾ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഓക്കെ ഗൈസ്, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.